ഇന്നലെ അയൽക്കൂട്ടത്തിന് പോയായിരുന്നോ? അയ്യോ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മ. ത്രേസ്യാമ്മച്ചി അറിഞ്ഞായിരുന്നു ഇന്നലെ രാഘവന്റെ മോൾ ഒളിച്ചോടി പോയി. അയ്യോടി, ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് എപ്പോഴായിരുന്നു? അയ്യോ, അമ്മച്ചി അത് അറിഞ്ഞില്ലായിരുന്നോ? സമയം ഒരുപാടായി, എന്ന് ഞാൻ പോട്ടെ. വർക്കിച്ചിന് ഇതുവരെ വന്നില്ലയോ? എന്റെ കുഞ്ഞെ, അവന്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഏറ്റവും നല്ലത്. എപ്പം വരും എപ്പം പോകുന്നൊക്കെ ആരും. വിശന്നിട്ട് പോയാലും എന്തേലും താമ. അയ്യോ, വർക്കിച്ചാൽ വന്നു. എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല പെൺപിള്ളേ? ഏത് സമയം ഇവിടെ ഉണ്ടല്ലോ. നിനക്ക് പഠിക്കാനൊന്നുമില്ല, എപ്പോഴും ഫോണിലാണല്ലോ. നീ എന്താ കുത്തം പണി കഴിക്കുവാടി? പോയി ചോറാണ് ഇവിടെ. നിനക്ക് ഇച്ചിരി സ്നേഹത്തോടുള്ളവർ സംസാരിക്കത്തില്ലയോ? അവളല്ലേ ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്ന ഈ കയ്യും വയ്യാതെ. തള്ളേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തെങ്കിലും കഴിച്ചോണ്ട് ഒരു മൂലയ്ക്ക് മാറി എന്നെ ഉപദേശിക്കാൻ വന്നേക്കാം. അമ്മ മിണ്ടാതിരി, ഇതെന്റെ വിധിയാ, ഞാൻ തന്നെ സഹിച്ചോളാം. ഈ കുരുത്തം കെട്ടവൻ എന്റെ വയറ്റിൽ തന്നെ പറന്നു പോയല്ലോ. ചോറുണ്ടോ വഴി? ഹലോ മുതലാളി. അവനും ആരെ ഞാൻ നേരത്തെ നോട്ടിട്ട് വെച്ചിരുന്നേ. ഇന്ന് രാത്രി തന്നെ തീർത്തേക്കാം. ഞാനിപ്പോ എഴുന്നേക്കുവാ. ഇപ്പം വരാം. നിങ്ങൾ ഇതോടെ പോവാ, ചോറ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഇതൊക്കെ നിർത്തിക്കൂടെ? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വയ്യാത്ത അമ്മയും ഈ രണ്ടു പിള്ളേരെയും കൊണ്ട് ഈ കൈയും വയ്യാത്ത ഞാൻ എന്ത് ചെയ്യും? നീ പോയി ചാവടി. ഈ കൈ വയ്യാത്ത നിന്നെ ആര് കെട്ടാനായിരുന്നു? നിന്നെ ഞാൻ കെട്ടിയത് പുണ്യമാണെന്ന് നീ കരുതിക്കോ. എന്ന് വെച്ച് എന്നെ ഉപദേശിക്കാൻ വന്നാലുണ്ടല്ലോ. വർക്കിച്ചിന് ഇതുവരെ വന്നില്ലല്ലോ അമ്മേ. അമ്മ പോയി കിടന്നോ? ഞാൻ വർക്കിച്ച വന്നിട്ട് കിടന്നോളാം. ആരും മുട്ടുന്നുണ്ടല്ലോ അമ്മേ. മോളെ കൊണ്ടിരുന്ന ഞാൻ പോയി നോക്കാം. അവനെ എവിടെ പോയി? അറിയത്തില്ല എവിടെ പോയത്. സ്റ്റേഷനോട്ട് വരാൻ പറഞ്ഞേക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ പ്രശ്നമില്ലാതെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? വരാൻ പറഞ്ഞാൽ മതി. ആരാ അമ്മേ? നമ്മളെ പോലീസുകാരൻ തോന്നുന്നു. അവൻ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചിയാണോ? ആ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ആ വർക്കീച്ചനെ പാടത്തിട്ട് ആരോ വെട്ടി. ആരെങ്കിലും കൊണ്ടുപോയിക്കുവാ. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ദൈവമേ, എങ്ങനെ നടന്ന മനുഷ്യന്. പണ്ടൊക്കെ വേഗം താമസിച്ചായിരുന്നു, ഇപ്പൊ ഉടനെ ചെയ്തേന്റെ. അല്ലേലും ഞാൻ പോവാ. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിലുപരി നിന്റെ ഈ കൈ വയ്യാത്തതിന് ഞാൻ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് ദൈവം തന്ന പ്രതിഫലമാണ്. എൻ്റെ ഒരു കാല് പോയി. ഇന്നെനിക്ക് നിന്റെ സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല. നിനക്ക് എന്നോട് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്താ വർക്കിച്ച? നിനക്ക് എന്നെ ഒന്ന് കൊന്നു തരാമോ? അങ്ങനെയൊന്നും പറയാതെ വർക്കിച്ച. നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ഈ ഒരു കാലിന് പകരം ഞാൻ എന്നും എൻ്റെ മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും.